ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കല്ലോ എല്ലാവരും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ക്രിസ്മസൊക്കെ എങ്ങനെ തറയില്ലേ? ഞങ്ങളിത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങി കേട്ടോ, ഒരുക്കങ്ങൾ. അപ്പോൾ ക്രിസ്മസിൻ്റെ ട്രീ ഞങ്ങൾ സാധാരണ വാങ്ങാറില്ല, ഇങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്. ആദ്യം ചേട്ടനെ ഞാനൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കാറ്. ഇപ്പോൾ അത് അന്നമേരുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, 2-3 ഈ പൈപ്പ് വെച്ച് ഇങ്ങനെ കോണാകൃതിയിൽ അങ്ങനെ വെക്കും. വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് ഗ്രീൻ കളറിൽ ഇങ്ങനത്തെ ഒരു ഗ്ലിറ്റർ പോലത്തെ ഒരു സംഭവമില്ലേ, അതിങ്ങനെ ചുറ്റുക. അത്രയ്ക്കുള്ള ട്രീ. അപ്പോൾ ട്രീ റെഡി ആയി. അപ്പോൾ പകുതി ആയിട്ടുള്ളൂ. ബാക്കി പകുതിക്കുള്ള ഗ്രീൻ കളറ് ചുറ്റുന്നതൊക്കെ വാങ്ങണം. അപ്പോൾ ആൻ്റെ ഒപ്പം കൂടിയില്ല, അതോട്ടും അന്നമ്മയും കൂടിയിട്ടാണ് ഇപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണേ. ഞാൻ നേരത്തോടു കൂടി എഴുന്നേറ്റു. പിന്നെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ഇനി ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 ഹാബിറ്റിനെ പറ്റി പറയുന്നുണ്ടേ. കാരണം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഹെൽത്തി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന, നമ്മുടെ വുമൻസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു 10 ഹാബിറ്റ്സ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര നല്ലതായിരിക്കും എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ പരമാവധി അധികം വൈകാതെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. 6 മണി വിട്ട് പോവല്ലേ, 5 മണിക്ക് എഴുന്നേക്കുന്നതാണ് ഉത്തമം. പക്ഷേ പെട്ടെന്ന് 5 മണിക്കൊക്കെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണരുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായമാണ്, അതൊരു പ്രയറാണ്. നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും കുറച്ച് നേരം ഒന്ന് ദൈവത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം. കാരണം ആ ഒരു ദിവസം മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മൾ ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഐശ്വര്യമായിരിക്കും കേട്ടോ. അത് നമ്മുടെ വീടിനും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളാണ് വീട്ടിലെ ഒരു വിളക്കെന്ന് പറയുന്നത്. അമ്മമാർ ഹാപ്പി ആയിട്ടിരുന്നാലേ മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പം നമുക്കതൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഹാബിറ്റായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ബൈബിൾ വായിക്കാറുണ്ട്. എനിക്ക് ആ ഒരു ശീലം ആ ഒരു ദിവസം മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ ഈ സമയത്ത് ബൈബിൾ വായിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ വേറെ നല്ല പുസ്തകങ്ങളോ എന്തെങ്കിലും വേറെ നല്ല മോട്ടിവേഷണൽ ക്ലാസ്സുകളോ അങ്ങനെയൊക്കെ കേൾക്കുകയാണെങ്കിൽ കുറച്ച് നേരം മതി. കുറച്ച് നേരം അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. എഴുന്നേറ്റ വശം അപ്പോൾ തന്നെ അടുക്കള ജോലിയിലേക്ക് തിരിയാണ്ട് കുറച്ച് നേരം ഇത്തിരി റിലാക്സ് ആയിട്ടിരുന്ന് പിന്നെ ജോലിയിലേക്ക് കിടന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും കേട്ടോ. അത് തലേദിവസമാണ് ഞാൻ എൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യാറുള്ളത് ജനലുകൾ തുറന്നിടും. ഞാൻ എല്ലാ ജനലുകളും എനിക്ക് തുറന്നിടാൻ പറ്റാറില്ല. അപ്പോൾ തുറന്നിടാൻ പറ്റുന്ന ജനലുകളൊക്കെ ഞാൻ കുറച്ച് നേരത്തേക്ക് തുറന്നിടുള്ളൂ. കുറച്ച് നേരം ഒരു നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടി തുറന്നിടും. പിന്നെ എനിക്ക് പേടിയാണ്, പാമ്പ് വരുമെന്നൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുറേ നേരമൊന്നും തുറന്നിടാറില്ല കേട്ടോ. പിന്നെ ഏത് ദിവസമാണെങ്കിലും 6 മണിക്ക് തന്നെ ഞാൻ എൻ്റെ എല്ലാ മക്കളെയും വിളിച്ച് ഉണർത്താറുണ്ട്. ആദൂട്ടിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കും. പക്ഷേ ആദൂട്ടിനാണ് ആദ്യം എഴുന്നേക്കാമെന്ന് മാത്രം. കാരണം അവർ ഇപ്പോഴേ തന്നെ അങ്ങനെ ഒരു ശീലം മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഒരു 6 മണിക്ക് തന്നെ അവരോട് എഴുന്നേൽക്കാനായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. ഒരു 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അതൊരു ഹാബിറ്റായിട്ട് മാറുമെന്നാണ് സൈക്കോളജി പറയുന്നത് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ വശം ഞാൻ അവരോട് തന്നെ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് അവരുടെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ പറയുകയാണ്. ഞായറാഴ്ചകൾ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നൊരു കാര്യം, എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ ഒരു ഡിറ്റോക്സിഫയിങ് വാട്ടർ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ ഞാൻ അത് ചിയ സീഡും ഫ്ലാക്സ് സീഡും കൂടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ചെറു ചൂടാകുമ്പോൾ ചിലപ്പോൾ നാരങ്ങ പിഴിയും, അല്ലെങ്കിൽ നാരങ്ങ പിഴിയില്ല, അങ്ങനെ ഞാൻ കുടിക്കാറുണ്ട്. അതും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. ഒരു 25+ ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെറു ചൂട് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ, ഇങ്ങനെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ഞാൻ എൻ്റെ മക്കൾക്കും എഴുന്നേറ്റ് വന്ന വശം തന്നെ ചെറു ചൂടുവെള്ളം കൊടുക്കാറുണ്ട്. അത് അവർക്ക് ഇങ്ങനെ അവർ സ്കൂളിലേക്ക് പോകണേക്കാളും മുന്നേ അവരുടെ ടോയ്ലറ്റിൽ പോകുന്നതോ കാര്യങ്ങളൊക്കെ കറക്റ്റാക്കാനൊക്കെ ആയിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽത്തി ഹാബിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഇത് എന്തിനാണ് ഈ ചേച്ചി മാഗി ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഇഡ്ലി മാവൊക്കെ ഫ്രിഡ്ജിലുണ്ട്, ഞാനത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് എൻ്റെ ടൈം ടേബിൾ പ്രകാരം. പക്ഷേ മക്കൾ പറഞ്ഞു ഇന്നവർക്ക് നൂഡിൽസ് മതിയെന്ന്. അപ്പോൾ പിന്നെ ചേട്ടനും പറഞ്ഞു, ഇനി പിള്ളേരെ വാശി പിടിപ്പിക്കണ്ട, എനിക്ക് വേണ്ടി വേറെ ഒന്നും ഉണ്ടാക്കണ്ട, എന്നെല്ലാവർക്കും അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെയാണ് ഈ നൂഡിൽസൊക്കെ അങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ശനിയാഴ്ച അവർക്ക് ഇന്ന് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പണി എളുപ്പമായി. അപ്പോൾ എൻ്റെ ടൈം ടേബിളിൽ ചേഞ്ച് വന്നു മാത്രം. അപ്പോൾ ഞാൻ വേഗം നൂഡിൽസൊക്കെ ഉണ്ടാക്കി അവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ.
പിന്നെ ഞാൻ വേറൊരു ഹാബിറ്റ് പറഞ്ഞു തരട്ടെ. നമ്മൾ എപ്പോഴും കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. കുറച്ച് പാത്രങ്ങൾ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പാത്രം കഴുകലെന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഈ ഒരു മാർഗ്ഗമുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആവശ്യത്തിന് വെക്കുക കേട്ടോ. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം വെക്കുക. വേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ട് മറന്നു പോയാൽ വെറുതെ കളയേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അത് കാരണം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കുറവാണ് ഞാൻ വയ്ക്കുള്ളൂ. അത് കറക്റ്റായിരിക്കും. മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് കൊടുക്കും, പിന്നെ അവർക്ക് വീണ്ടും വേണമെങ്കിലാണ് രണ്ടാമത് കൊടുക്കാറുള്ളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റ് തികഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ചില ദിവസങ്ങൾ തികയാറില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഓട്സ് എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കുറുക്കി അങ്ങനെ കഴിക്കും. അപ്പോൾ അത്രയും ഫുഡ് വേസ്റ്റ് ആവാതെ ഞാൻ നന്നായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കണ്ട, ഇത് കുംബോച്ചയാണേ. അത് ഞങ്ങൾ ലുലുമാളിൽ നിന്ന് വാങ്ങിയത്. അത് പ്രോബയോട്ടിക് ഡ്രിങ്കാണ്, ബീറൊന്നല്ല. അപ്പോൾ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ് ഈ സംഭവം കുടിക്കുന്നത്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് അത്യാവശ്യമാണല്ലോ. വീട്ടിലേക്ക് വിളിക്കണം, അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ ഫോൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ജോലി നടക്കും, നമ്മുടെ ഫോൺ വിളി നടക്കും. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു പുറലും വരില്ല. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മുടെ ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എനിക്കൊക്കെ അമ്മേനെ വിളിക്കുമ്പോൾ ഒരുപാട് സമയം വേണം, മമ്മീനെ വിളിക്കുമ്പോഴും വേണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യണതിൻ്റെ ഇടയിലാണ് ഇവർ വിളിക്കുക. അപ്പോൾ നമ്മുടെ ജോലികൾ ആ സമയം കൊണ്ട് തീരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോൺ കാണുമല്ലോ. ഇടയ്ക്ക് നമ്മൾ ജോലികളൊക്കെ എടുത്തിട്ട് റെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിന് കറക്റ്റ് ഒരു സമയം വെക്കണേ. ഇപ്പോൾ ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ അങ്ങനെ കറക്റ്റ് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കാണണം. അല്ലെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മടി വരും. എനിക്കങ്ങനെയായിരുന്നേ. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് പോകും. പിന്നെ അത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ കണ്ടു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അലാം വയ്ക്കും. അപ്പോൾ കറക്റ്റ് സമയത്ത് അലാം വയ്ക്കും, പറയാം അത് നിർത്തേണ്ട സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശീലം നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മടി വരും. മടി വരാൻ ഇതിനും വലിയൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ക്രീനിങ് ടൈം എത്രത്തോളം കുറയ്ക്കണോ അത്രയും നല്ലതാണ്. ഒരു ടൈം ഫിക്സ് ചെയ്യാം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നെക്സ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും ഒരു മുട്ടയെങ്കിലും പാലെങ്കിലും ഒരു കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയോട് ചെയ്യുന്നൊരു തെറ്റാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ ദിവസത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡയറ്റിങ് ചെയ്യണവരുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാനിലുള്ളതനുസരിച്ച് എന്തെങ്കിലും ഫുഡ് അത് മോർണിംഗിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കഴിക്കണം. ഇപ്പോൾ പാത്രങ്ങളൊക്കെ എനിക്ക് കുറച്ചുള്ളൂ കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കുന്ന കാരണം അധികം പാത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് പാത്രം കഴുകാനും ഇപ്പോൾ ആ ഒരു ടൈം ഞാൻ സേവ് ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് പാലും കൂടി കാച്ചി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കാലത്ത് തന്നെ പാല് ആൻ്റപ്പനും ദുട്ടിനും കൂടി എടുത്തും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാലൊന്ന് കാച്ചാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാലിൽ ബൂസ്റ്റ് ഇട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയി. പിന്നെ നെക്സ്റ്റ് കാര്യം, നമ്മുടെ കാലത്തെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ കൈയോടെ തന്നെ നമ്മൾ ആ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിടുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് എത്രയും നീറ്റാക്കി ഇടാൻ പറ്റുമോ അത്രയും നീറ്റാക്കി നമ്മൾ ഇടണം. അപ്പോൾ അതൊരു ശീലമായിട്ട് വരണേ. അത് കുറച്ച് കാലം കഴിയട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഇന്ന് ഒരുപാട് ചതുരം പയർ കിട്ടി. അപ്പം ചതുരം പയർ കൊണ്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചതുരം പയർ. പക്ഷേ പിള്ളേർക്ക് ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ വെക്കും. കാരണം ഞാൻ പച്ചക്കറി അല്ലേ വിഷമിടാത്തതല്ലേ എന്നാണ് വിചാരിച്ചിട്ടാണ് വെക്കണേ. പക്ഷേ പിള്ളേർക്ക് അതിപ്പോൾ വലിയ ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. പിന്നെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക, കുറച്ചൊക്കെ ഞാൻ അയൽവക്കത്തൊക്കെ കൊടുക്കും. പിന്നെ കളയാൻ പറ്റില്ലല്ലോ, നല്ല സാധനമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ എന്തോരം പച്ചക്കറി കഴിക്കണോ അത്രയും നല്ലതല്ലേ. പിന്നെ വിഷമിടാത്തതാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പം ഇങ്ങനെ പിള്ളേരെയും കൂടെ ഞാൻ നിർബന്ധിച്ച് അങ്ങ് കഴിപ്പിക്കും. കാരണം എല്ലാത്തിലും വിഷമാണ്. വിഷമിടാണ്ട് കിട്ടുന്ന സംഭവങ്ങൾ ഞാൻ അങ്ങനെ കളയാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് എന്തെങ്കിലും നല്ല ക്ലാസ്സുകളൊക്കെ വെക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ ബൈബിൾ ക്ലാസ്സുകൾ വെക്കും, ചിലപ്പോൾ ഏതെങ്കിലും നല്ല നല്ല പ്രസംഗങ്ങൾ വെക്കും, മോട്ടിവേഷണൽ ക്ലാസ്സുകൾ വെക്കും, ചിലപ്പോൾ നല്ല പാട്ടുകൾ വെക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ജോലികൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോൾ അയ്യോ ഭയങ്കര വലിയ ജോലി ചെയ്യണേ അങ്ങനെയൊന്നും തോന്നില്ല. പിന്നെ നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നന്മ മാത്രമേ വരുള്ളൂ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ദൈവികമായിട്ടുള്ള ഇങ്ങനത്തെ ടോക്സാണ് കേട്ടോ മിക്കവാറും കേൾക്കാറ്.
ജോലി ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പിന്നെ കാലത്ത് തന്നെ കുറച്ച് നേരം മക്കളെ ഇരുത്തി പഠിപ്പിക്കും. കാരണം 9 മണി 10 മണിക്ക് മുന്നേ തന്നെ ഞാൻ പഠിപ്പിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇനി കളിയുടെ ചുരം വരുമ്പോൾ പഠിക്കാനായിട്ടുള്ളതൊക്കെ പോവും. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ശനിയാഴ്ച ആയാലും ഞായറാഴ്ച പറ്റില്ല, ശനിയാഴ്ചകളിലും പിന്നെ അത് സാധാരണ മുടക്ക് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇവരിരുത്തി ഞാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ കുറച്ച് നേരം പഠിക്കുന്നത് അതിവിടെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 3 പേരിരുത്തി ഞാൻ പഠിപ്പിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടും പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. ഒരാഴ്ചയായിട്ട് അവന് വയറിന് സുഖമില്ലാണ്ട് പോയിണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവനൊരുപാടുണ്ട്. അപ്പം 3 പേരിരുത്തി അങ്ങ് പഠിപ്പിക്കും. അപ്പോൾ ആർക്കും വിഷമില്ല, ഒരാളിരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നുമില്ല അത് കാരണം. അല്ലെങ്കിൽ ഇവിടെ കംപ്ലൈൻ്റാണ്, അയ്യോ എന്നെ മാത്രം പഠിപ്പിക്കണു, അവരെ പഠിപ്പിക്കണില്ല. ആദ്യൂട്ടം പറയും എന്നെ എന്താ പഠിപ്പിക്കാത്ത, അവർക്കൊക്കെ എഴുതാണ്ടല്ലോ, അത് ഇവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. അവൻ വൈകുന്നേരം ഹെവി ആയിട്ടുള്ള ഫുഡായതുകൊണ്ട് ഇന്ന് ഉച്ചക്കലത്തേക്ക് പരിപ്പ് കുത്തിക്കാച്ചാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. തൃശ്ശൂർ സ്റ്റൈല് പരിപ്പ് കുത്തിക്കാച്ചതും മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ചിന്. അത് ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് കാലത്താണ് ഈ ചതുരം പയർ പൊട്ടിച്ചത്, അതുകൊണ്ടാണ് കാലത്ത് അരിയേണ്ടി വന്നത്. അല്ലെങ്കിൽ തലേദിവസം തന്നെയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചേനെ. പിന്നെ സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞ് വെക്കാറില്ലേ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് വെക്കാറ്. അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് വേറെ പണിയില്ല, വേഗം ചടപടേന്ന് എല്ലാ പണികളും തീരും. അപ്പോൾ പരിപ്പും ചതുരം പയറും വേവുന്ന സമയം കൊണ്ട് ചിക്കൻ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഓഫീസിൽ പോയതിരുന്നു. ഓഫീസിലേക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് 8ൻ്റെ പണി കിട്ടി. സവാള അരിയാനായിട്ടുള്ള ആൾ പോയി കേട്ടോ. സവാള ഞാൻ തലേദിവസം തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അരിയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കണ്ണിൽ നിന്നൊന്നും വെള്ളം വരില്ല ഫ്രിഡ്ജിൽ വെച്ചേക്കണ കാരണം. അപ്പം ഈ ചിക്കനിൽ നമ്മൾ എന്തോരം മസാലയൊക്കെ പറ്റി മാരിനേറ്റ് ചെയ്ത് വെക്കണോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക്. അപ്പം നല്ല ഉപ്പും പുളിയും എരും ഒക്കെ നന്നായി പിടിക്കും ചിക്കനിലേക്ക്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കാം. ഇന്ന് ബിരിയാണി വെക്കലും പരിപാടികളൊക്കെ ഉള്ള കാരണം തന്നെ ക്ലീനിങ് പരിപാടികൾ അധികമൊന്നും ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാ ഫാനുകളും ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടിച്ചു വരി തുടയ്ക്കൽ മാത്രമാണ് ക്ലീനിങ് ആയിട്ട് ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. എല്ലാതും കൂടി നമ്മളെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം അത് നമ്മൾ തലേദിവസം ഞാനതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ബർഡൻ പോലെയൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ നമുക്ക് പിറ്റേ ദിവസം ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോയിൽ ടൈം ടേബിൾ ഇടുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ കണ്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരിക്കേണ്ട അടുത്തൊരു ശീലമാണ് നമ്മൾ അരമണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്മുടെ ഹോബികൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ ബുക്ക് വായിക്കുക. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട എനിക്ക് വല്ല മാതാവിൻ്റെ പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. കാരണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് ഒരുപാട് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടായിട്ട് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സമയം നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ അത് ഡാൻസ് പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ പാട്ട് പഠിക്കാനായിരിക്കാം. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഡാൻസും പാട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ പേരൻസിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാനത് വീട്ടിലിരുന്നിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഡാൻസ് പഠിച്ചു. അപ്പോൾ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് എനിക്ക് അങ്ങനെ പാട്ട് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളത് മാറ്റി വയ്ക്കുക. ബുക്ക് വായിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ടൈം അങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റാക്കിയിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളത് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ അത് നടക്കില്ല. ആരെങ്കിലും നമുക്ക് ചെയ്ത് തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരും ചെയ്തു തരാനും പോടില്ല, നടന്നൊന്നും വരില്ല. അതിന് വേണ്ടി നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കുക തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ പൈസ ചിലവില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൺലൈനിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാനോ എന്ത് പ്രാക്ടീസ് ചെയ്യാനോ എല്ലാത്തിനും ഇപ്പോൾ ഓൺലൈൻ ഭയങ്കര ഒരു ഹെൽപ്പാണ് ഓൺലൈൻ വഴി നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടേ, എന്തിനെപ്പോൾ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടുന്നേ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച കാര്യമല്ലേ, അതൊരിക്കലും നടക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാവും. അങ്ങനെ ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും നമ്മളത് പഠിച്ചെടുത്തു എന്ന് നമുക്കൊന്ന് സന്തോഷിക്കാമല്ലോ. അങ്ങനത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഇത്തിരി പ്രാധാന്യം കൊടുക്കണം. മക്കളുടെയും ഭർത്താക്കന്മാരുടെ ഇഷ്ടം നോക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ ഒരു വിലയും നമ്മൾ കൽപ്പിക്കാതിരിക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് കെയർ ഉണ്ടല്ലോ, ഹെയർ കെയർ, സ്കിൻ കെയർ, ബോഡി കെയർ, അതൊക്കെ നമ്മൾ ചെയ്യണം. എക്സസൈസ് മസ്റ്റായിട്ട് നമ്മളൊരു 30 മിനിറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സമയം, ഒന്നല്ലെങ്കിൽ കാലത്ത്
കാലത്ത് ഒന്നല്ലെങ്കിൽ വൈകുന്നേരം. ഇതൊക്കെ 25+ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് മുടങ്ങാതെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ബോഡിക്കും ഒരു സുഖം ഉണ്ടാവും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ഇപ്പോൾ ചെയ്യുന്നതേ പാൽ ഉറൊഴിക്കുകയാണേ. കാരണം കുറച്ച് പാൽ അവർക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന പാൽ കൈയോടെ തന്നെ ഞാൻ ഉറൊഴിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് നാശമായി പോവും. അപ്പം എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉറൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തൈരായിക്കൊള്ളുമല്ലോ. അപ്പോൾ തൈര് നമുക്ക് പിന്നെ ബിരിയാണിയുടെ കൂടെ സർലാസിനോ അല്ലെങ്കിൽ പിന്നെ മോരുകറി വെക്കാനോ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങാണ്ട് അങ്ങനെ ഒരു ചിലവ് നമ്മൾ ലാഭിച്ചു. ദേ ഞങ്ങളുടെ കുഞ്ഞു പുൽക്കൂട് കണ്ട, ഈ പുൽക്കൂട് ചേട്ടൻ ഉണ്ടാക്കി തന്നെയാട്ടാ. പിന്നെ ഇവനാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ കീറി മുറിച്ച വിരുദ്ധൻ. അവനെ ഞാൻ എലിക്കണി വെച്ച് പിടിച്ച് ഓടിച്ച് കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ബിരിയാണി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.